നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ആക്കിയാലോ. കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, വിനീഗർ എല്ലാം കൂടി ഒഴിച്ച് ശരിക്കും മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റിന് വെച്ചോ. കടായി ചൂടാകുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യേണ്ട. മാക്സിമം ഒരു 12 to 13 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയാൽ മതി എന്നർത്ഥം. ചിക്കൻ പൊരിച്ച പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് സവാളയും അണ്ടിപ്പരിപ്പും ഇട്ട് ശരിക്കും വഴറ്റി കൊടുക്കുക. ആ സവാളയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും 3 വലിയ തക്കാളിയും 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കണം. അത് തണിഞ്ഞു വരുമ്പോൾ നല്ല വെണ്ണ പോലെ മിക്സിയിൽ അരച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ചൂടായി വരുമ്പോൾ കുറച്ചുകൂടി ബട്ടർ ഇട്ട് ഫ്രഷ് ക്രീം ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും ഗ്രേവിയും നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ചെറുതായി ചൂടാക്കിയ കസൂരി മേത്തി കൈകൊണ്ട് തന്നെ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/4 സ്പൂൺ ഗരം മസാല കൂടി ഇടണം. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചാൽ നല്ല അടിപൊളി ബട്ടർ ചിക്കൻ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ.